ചീഞ്ചട്ടി ചൂടായിട്ടോ. അപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. പിന്നെ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. കടുക് നന്നായി പൊട്ടിയപ്പോൾ അതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും ആദ്യം ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് വഴറ്റുക. അതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവോള ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റുക. ഇനി നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളത് കറിവേപ്പിലയാണ് കേട്ടോ. അപ്പോൾ നല്ല മണമുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമ്മൾ വഴറ്റണം. ഇപ്പോൾ സവോള നല്ല ഗോൾഡൻ ബ്രൗൺ ആയി. അപ്പോൾ നമ്മളതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. ഇതിൽ മുളക് പൊടി ഇടണില്ല കേട്ടോ. പച്ചമുളകിന് തന്നെ നല്ല എരിവുണ്ട്. പിന്നെ പച്ചമുളകിൽ ഇങ്ങനെ ഉപ്പേരി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നന്നായിട്ട് വഴറ്റുക. അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച കായ ഇട്ട് കൊടുക്കുക. എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ഉപ്പേരി നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സ്വാദാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക.